നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വക്കീലായി കരിയർ തുടങ്ങി പതിറ്റാണ്ടുകളായി വെള്ളിത്തിരയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ ആ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു നമ്പറിലേക്ക് ശ്രദ്ധിക്കൂ. 3. ഇതൊരു വെറും അക്കമല്ല കേട്ടോ. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നിന്റെ പ്രതീകമാണിത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയായ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് 3 തവണയാണ്. പക്ഷേ ഇത്രയും വലിയൊരു സിനിമാ യാത്ര തുടങ്ങിയത് ഒരു കോടതി മുറിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു അഭിഭാഷകനായി തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിയ ആ അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതെ, കഥ തുടങ്ങുന്നത് നിയമപുസ്തകങ്ങൾക്കിടയിൽ നിന്നാണ്. മുഹമ്മദ് കുട്ടി എന്നൊരു അഭിഭാഷകൻ എങ്ങനെയാണ് മമ്മൂട്ടി എന്ന മഹാനടനിലേക്ക് മാറിയത്? നമുക്ക് നോക്കാം ആ യാത്രയുടെ തുടക്കം. ഇതൊരു തരം 2 ജീവിതങ്ങളുടെ കഥയാണെന്ന് പറയാം. ഒരു വശത്ത് മുഹമ്മദ് കുട്ടി, നിയമം പഠിച്ച് മഞ്ചേരിയിൽ 2 വർഷം വക്കീലായി പ്രാക്ടീസ് ചെയ്ത ഒരാൾ. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെയുള്ളിൽ സിനിമയെ പ്രാണനായി സ്നേഹിച്ച, അഭിനയത്തിനു വേണ്ടി ദാഹിച്ച മറ്റൊരാൾ വളരുന്നുണ്ടായിരുന്നു. അതാണ് മമ്മൂട്ടി. അപ്പോ തുടക്കം എങ്ങനെയായിരുന്നു എന്നല്ലേ? വളരെ സിമ്പിൾ. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ഒരു പേരുപോലുമില്ലാത്ത ചെറിയൊരു റോള്. അന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമോ ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് ഇന്ത്യൻ സിനിമ ഭരിക്കാൻ പോകുന്നതെന്ന്? എന്നാൽ ആ ഒരൊറ്റ സീനിൽ നിന്ന് താരസിംഹാസനത്തിലേക്കുള്ള ദൂരം, അത് കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ്. എങ്ങനെയായിരുന്നു ആ വളർച്ച? അതിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? നോക്കൂ, 1971 തുടങ്ങി. പക്ഷെ ഒരു 10 വർഷത്തോളം എടുത്തു ശ്രദ്ധിക്കപ്പെടാൻ. 1980 മേള എന്ന സിനിമയാണ് മമ്മൂട്ടി എന്ന നടനെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ശരിക്കുമുള്ള ഗെയിം ചേഞ്ചർ വരുന്നത് 1987 ന്യൂഡൽഹി. ന്യൂഡൽഹി വെറുമൊരു സിനിമയായിരുന്നില്ല, അതൊരു സംഭവമായിരുന്നു. ആ ഒരൊറ്റ സിനിമ കൊണ്ട് മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂ എങ്ങോട്ടാ പോയതെന്നറിയോ? അതോടെ അദ്ദേഹം മലയാള സിനിമയുടെ മുൻനിരയിലേക്ക്, അല്ല, അമരത്തേക്ക് തന്നെ എത്തി. വെറും സ്റ്റാർഡം മാത്രമല്ല, അദ്ദേഹത്തിലെ നടനെ ലോകം അംഗീകരിക്കാൻ തുടങ്ങുകയായിരുന്നു. പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്ന കഥയാണ് ഇനി. ഓർമ്മയില്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ആ നമ്പർ 3? അതെ, 3 തവണയാണ് ഇന്ത്യയിലെ ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, അദ്ദേഹത്തെ തേടിയെത്തിയത്. ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ കുറച്ചുപേർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു നേട്ടമാണത്. ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, ഓരോ അവാർഡും കിട്ടിയത് ആബ്സല്യൂട്ട്ലി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്കാണ്. മതിലുകളിലെ ബഷീർ, വടക്കൻ വീരഗാഥയിലെ ചന്തു, പിന്നെ വിധേയനിലെ പട്ടേലരും പൊന്തന്മാടയും, അവസാനം ഡോക്ടർ അംബേദ്കറായി ഇംഗ്ലീഷിലും. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇനി ദേശീയതലത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലും അദ്ദേഹം തന്നെയായിരുന്നു താരം. 5 തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടിയത്. അവാർഡുകളുടെ ലിസ്റ്റ് അവിടെ തീരുന്നില്ല. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു, 12ഓളം ഫിലിംഫെയർ അവാർഡുകൾ. പോരാത്തതിന് കേരള, കാലിക്കറ്റ് സർവകലാശാലകൾ ഓണററി ഡോക്ടറേറ്റുകളും നൽകി. അതായത് എല്ലാ മേഖലയിൽ നിന്നും അംഗീകാരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്നത് സിനിമ മാത്രമാണോ? അല്ല, ആ വെള്ളിത്തിരയ്ക്കപ്പുറത്തും വലിയൊരു ലോകമുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. അദ്ദേഹം വെറുമൊരു നടൻ മാത്രമല്ല, കൈരളി ടിവിയുടെ ചെയർമാനാണ്, സാധാരണക്കാരിലേക്ക് കമ്പ്യൂട്ടർ എത്തിക്കാനുള്ള അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡറായിരുന്നു, വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ രക്ഷാധികാരിയാണ്. കലയോട് മാത്രമല്ല, സമൂഹത്തോടും എത്രമാത്രം കടപ്പാടുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്നാൽ, ആ അഭിനയ പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കഴിഞ്ഞു. മകൻ ദുൽഖർ സൽമാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ താരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? 5 പതിറ്റാണ്ടായി സിനിമയിലുണ്ട്, ഇനിയും എന്താണ് ബാക്കി? ഈ ഇതിഹാസത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ആർക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ യാത്ര ഇനിയും തുടരും. പുതിയ വിസ്മയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.